കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ നിന്ന് പുകയുയരുന്നുണ്ട്. രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്നുണ്ട്. അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികളെ കൊണ്ടുവരരുതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമികമായ സംശയം. സുനോജ് തോമസ് ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും. സുനോജ് തോമസ്, അവിടെ എന്താണ് സംഭവിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ? അരുൺകുമാർ, അതായത് കാഷ്വാലിറ്റി പൂർണ്ണമായി പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. രോഗികളെ മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന അത്യാഹിത വിഭാഗമാണ്. രോഗികളെ പുറത്തേക്ക് എടുത്ത് കിടത്തിയിരിക്കുന്നതാണ് കാണുന്നത്. നഗരത്തിലെ എല്ലാ ആംബുലൻസുകളും ഇവിടേക്ക് വന്നിട്ടുണ്ട്. രോഗികളെ എത്രയും വേഗം മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അതായത് പോലീസ് നൽകുന്ന നിർദ്ദേശം, പുതിയ രോഗികൾ ആരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരരുത്, നഗരത്തിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് സൂചന. അതായത് പല രോഗികളും ഗുരുതരാവസ്ഥയിൽ കാഷ്വാലിറ്റി വന്ന രോഗികളാണ്. അവരൊക്കെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. വലിയ പുകയാണ് കാഷ്വാലിറ്റിയിലുള്ളത്. വൈദ്യുതി ഉൾപ്പെടെ പൂർണ്ണമായി നിലച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രോഗികളെ പുറത്തേക്ക് ഇറക്കി മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നു. നഗരത്തിലെ മുഴുവൻ ആംബുലൻസുകളും ഇവിടത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. കാഷ്വാലിറ്റിയിലകത്തുള്ള പുക മുഴുവൻ വലിച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ കാഷ്വാലിറ്റിയിലുള്ള മൃതദേഹങ്ങളുണ്ട്. അതൊക്കെ തന്നെ പുറത്തേക്ക് എടുത്തു വെക്കുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള രോഗികളെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നഗരത്തിലെ എല്ലാ ആംബുലൻസുകളും മെഡിക്കൽ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്ത കാണുന്ന ആളുകൾ കൂടി എന്താ സംഭവിച്ചത്? കറക്റ്റായിട്ടൊന്നും അറിയില്ല. ഇത് അവിടുന്ന് കൂടി മാറ്റുന്ന സമയത്ത് ഓക്സിജൻ കിട്ടാതെ മരിച്ചാണെന്നാണ് പറയുന്നത്. ഷിഫ്റ്റ് ചെയ്താണ് വെച്ചു. അങ്ങനെയാണ് അവിടെ കൂടുതലുള്ള ആൾക്കാർ പറഞ്ഞത്. നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ അതിൽ ഓക്സിജൻ്റെ ലൈൻ ഫുള്ള് കട്ടായി. അതൊക്കെ ഇതിലുള്ള ഓക്സിജൻ കൊടുത്തു തന്നിരുന്നായിരുന്നു. ഇതിൽ ഇവിടെ പുറത്ത് പോകാൻ ഒരു ഗേറ്റ് അടുപ്പം അങ്ങനെ കണ്ടില്ലേ, ഒറ്റ ഗേറ്റാണ് വെച്ചാൽ ഇവർ ക്യാമ്പസ് മൊത്തം അടച്ചു കെട്ടിയിട്ട് വേറെ വഴിയില്ല, ഒറ്റ ഗേറ്റിലാണ് വണ്ടി ഫുള്ള് ബ്ലോക്ക് ആകുന്നുണ്ട്. ഇങ്ങനെ അപകടം പറ്റുന്ന നേരം പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലും. പേഷ്യൻ്റ് ഡെഡായോ? 4 പേഷ്യൻ്റെ മറ്റോ ഡെഡിലാണ് കാണുന്നത്. കറക്റ്റ് വെന്റി സപ്പോർട്ടുള്ള ആളുകളടക്കം ഡെത്തായി പോയി. കാരണം കറണ്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരില്ല ചെയ്ത്. ഇപ്പോൾ ഉള്ള ആളുകൾ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ ഒറ്റ എൻട്രി മാത്രമേ ഉള്ളൂ ഈ കാഷ്വാലിറ്റിയിലേക്കുള്ളൂ. ബാക്കി എല്ലാ എൻട്രി ക്ലോസ് ചെയ്തിട്ടാണ് ഇവർ മൊത്തം അടച്ചു. അത് തുറക്കാൻ കഴിഞ്ഞില്ല, ഒരെണ്ണേ തുറക്കാൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ അരുൺകുമാർ, അതായത് വെന്റിലേറ്റർ സപ്പോർട്ടിലുണ്ടായിരുന്ന രോഗികൾ മരിച്ചു എന്നാണ് ഇവിടെയുള്ള കൂട്ടിരിപ്പ് ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഓക്സിജൻ കൊടുക്കേണ്ട രോഗികളുണ്ടായിരുന്നു, ഒപ്പം തന്നെ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കേണ്ട രോഗികളുണ്ടായിരുന്നു. വൈദ്യുതി ബന്ധം കട്ടായത് അത് അവിടെയും പേഷ്യൻസിനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതായത് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ട രോഗികൾ, വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കേണ്ട രോഗികൾ, അവർക്കൊക്കെ തന്നെ ഈ വൈദ്യുതി നിലച്ചോടുകൂടി തന്നെ ഇതാ ഇപ്പോൾ ഓക്സിജൻ സപ്പോർട്ട് വേണ്ട രോഗിയെയാണ് പെട്ടെന്ന് കൊണ്ടുവന്നത്. സ്ട്രക്ചറിൽ കൊണ്ടുവന്നത് ഓക്സിജൻ സപ്പോർട്ട് വേണ്ട രോഗിയെയാണ് കൊണ്ടുപോകുന്നത്. ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് കാരണം വൈദ്യുതി പൂർണ്ണമായി നിലച്ചു. അതോടുകൂടി വെന്റിലേറ്റർ സേവനം നിലച്ചു. ഓക്സിജൻ കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ നിലച്ചു. കാഷ്വാലിറ്റിയാണ് വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജിന്. അവിടെയാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. ഏതായാലും രോഗികളെ മുഴുവൻ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുണ്ട്, ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്. രോഗികളെ എങ്കിലും അത്യാഹിത വിഭാഗത്തിലാണ് പുക കണ്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ വെന്റിലേറ്ററിലടക്കം ICUവിലടക്കമുള്ള രോഗികളെയാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ICU ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ലേ? വെന്റിലേറ്റർ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ലേ? അരുൺകുമാർ, അതായത് കാഷ്വാലിറ്റി കെട്ടിടത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ച അവസ്ഥയാണുള്ളത്. അവിടെ നിന്ന് വലിയ പുക പുറത്തേക്ക് വരുന്നു. എല്ലാ രോഗികളെയും പെട്ടെന്ന് പുറത്തേക്ക് മാറ്റി. കാരണം ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ വെന്റിലേറ്റർ ഒപ്പം തന്നെ ഓക്സിജൻ സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് രോഗികൾ മുഴുവൻ പുറത്തേക്ക് ഇറക്കേണ്ടി വന്നതും മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റേണ്ടി വന്നത്. ആ സമയത്താണ് മുറിയിൽ നിന്നാണ് ഈ പുക വന്നത് എന്ന് അവിടെയുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ ആ റൂമിൽ നിന്ന് പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. UPS റൂം അത് പൂർണ്ണമായും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നിയന്ത്രണത്തിലായോ? സുജയ പാർവതി, ഫയർഫോഴ്സ് എത്തി ആശുപത്രി കെട്ടിടത്തിനകത്തുള്ള പുക മുഴുവൻ വലിച്ച് പുറത്തേക്ക് കളയാനുള്ള സംവിധാനം ചെയ്യുന്നു. പക്ഷേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇത് CT സ്കാൻ്റെ ആ ഭാഗത്തു നിന്ന് പുക വന്നു എന്നാണ് കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. എവിടെ നിന്നാണ് ഈ തീപിടുത്തം അല്ലെങ്കിൽ പുക വന്നെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. UPS റൂമിൽ നിന്ന് വന്നെന്ന് പറയുന്നുണ്ട്, CT സ്കാൻ്റെ വശങ്ങളിൽ നിന്ന് വന്നെന്ന് പറയുന്നുണ്ട്. ഏതായാലും വലിയ പുക കാഷ്വാലിറ്റിൻ്റെ അകത്ത് വന്നു. അതോടുകൂടി ആളുകളൊക്കെ തന്നെ ജീവൻ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന അവസ്ഥ വന്നു. അകത്തുണ്ടായിരുന്ന രോഗികളെ നഴ്സുമാരും ഒപ്പം തന്നെ ഡോക്ടേഴ്സ് എല്ലാം ചേർന്ന് പുറത്തേക്ക് എത്തിക്കുകയാണ്.